So hey guys, welcome back to my channel. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പോക്കോ X3 Pro വേഴ്സസ് Redmi Note 10 Pro Maxന്റെ കമ്പാരിസൺ ആയിരിക്കും ഞാൻ നടത്താൻ പോകുന്നത്. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു ഏത് സ്മാർട്ട് ഫോൺ ആണ് വാങ്ങേണ്ടത്, പോക്കോ ആണോ അതോ റെഡ്മി ആണോ എന്ന്. അപ്പോൾ ഗെയിമിങ്ങിന് ഏത് സ്മാർട്ട് ഫോൺ ആണ് വാങ്ങേണ്ടതെന്ന് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു. ക്യാമറയ്ക്ക് ഏത് സ്മാർട്ട് ഫോൺ ആണ് നല്ലത്, ബാറ്ററി ബാക്കപ്പിൽ ഏത് സ്മാർട്ട് ഫോൺ ആണ് നല്ലത്, എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇത് ജസ്റ്റ് ഒപ്പീനിയൻ പ്ലസ് റിവ്യൂ വീഡിയോ ആണ്, ആക്ച്വൽ കമ്പാരിസൺ ഒന്നുമല്ല. അതും കൂടെ നിങ്ങളൊന്ന് ഓർത്തേക്കണം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കാരണം എന്ന് വെച്ചാൽ ഇനിയും ഇതുപോലെ തന്നെ വീഡിയോസ് വന്നുകൊണ്ടിരിക്കും. പിന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ബെല്ലൈക്കണോടൊക്കെ ഞാൻ ഇപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങളുടെ ഫോണിനകത്ത് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പിന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണോടൊക്കെ. അപ്പോൾ കൂടുതൽ സമയങ്ങളായത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് രണ്ട് സ്മാർട്ട് ഫോൺസിന്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് രണ്ട് സ്മാർട്ട് ഫോണിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് ഡിസൈനിന്റെ കാര്യത്തിൽ പോക്കോ X3 Pro ആണ് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. നിങ്ങൾ നോക്കണം അതിന്റെ ക്യാമറ സർക്കിളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഡിസൈനിന്റെ കാര്യത്തിൽ പോക്കോ X3 Pro ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഓവറോൾ ബിൽഡ് ക്വാളിറ്റിയിൽ എനിക്ക് Redmi Note 10 Pro Max ആണ് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ പോക്കോ X3 Pro'നകത്ത് നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ബാക്ക് ആണ് കിട്ടുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് ബാക്ക് ആയതുകൊണ്ട് പ്രീമിയം ഫിനിഷും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ Redmi Note 10 Pro Maxനകത്ത് നിങ്ങൾക്ക് ഗ്ലാസ് ബാക്ക് ആണ് കിട്ടുന്നത്. ആ ഗ്ലാസ് ബാക്ക് ഗൊറില്ല ഗ്ലാസ് സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഒരു നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഫോൺ താഴെ വീണ് കഴിഞ്ഞാൽ പോക്കോ X3 Proയ്ക്ക് ഒന്നും സംഭവിക്കത്തില്ല. പക്ഷേ Redmi Note 10 Pro Maxന്റെ കേസിൽ ഒന്നും പറയാൻ പറ്റത്തില്ല, ഗ്ലാസ് പൊട്ടുമോ ഇല്ലയോ എന്ന്. അതും കൂടെ നിങ്ങൾ നോക്കിയേക്കാം. പലരും കേസും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ആരും നോട്ടീസ് ഒന്നും ചെയ്യാറില്ല പ്ലാസ്റ്റിക് ആണോ അതോ ഗ്ലാസ് ബാക്ക് ആണോ. നിങ്ങൾ മാക്സിമം കേസും കാര്യങ്ങളൊക്കെ ഇടുക. കാരണം വെച്ചാൽ ഫോൺ താഴെ വീണ് തന്നെ പൊട്ടാൻ ചാൻസ് ഉണ്ട് Redmi Note 10 Pro Maxനകത്ത്. പിന്നെ രണ്ട് സ്മാർട്ട് ഫോണിനകത്തും ഹെഡ്ഫോൺ ജാക്കും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ IP റേറ്റിംഗും കാര്യങ്ങളും കിട്ടുന്നുണ്ട് രണ്ട് സ്മാർട്ട് ഫോണിനകത്ത്. അപ്പോൾ അത് കുറഞ്ഞ IP റേറ്റിംഗ് ആണ്, IP67 IP68 ഒന്നുമല്ല. എനിക്ക് തോന്നുന്നു അപ്രോക്സിമേറ്റ് ആണ് ഞാൻ പറയുന്നത്, IP54 അങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതും കൂടെ നിങ്ങളൊന്ന് ഓർത്തേക്ക്. രണ്ട് സ്മാർട്ട് ഫോണിനകത്തും വയർലെസ് ചാർജിങ് ഒന്നുമില്ല ഈ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ. ഇപ്പോൾ സ്പെസിഫിക്കേഷൻ വൈസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓവറോൾ എല്ലാ കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ പോക്കോ X3 Pro നമുക്ക് പറയാൻ പറ്റും അക്സെപ്റ്റബിൾ ആണ്. ആ സ്പെസിഫിക്കേഷൻ കാര്യങ്ങൾ തന്നുകൊണ്ട് ഇവർ പ്ലാസ്റ്റിക് ബാക്ക് തരുന്നുണ്ട്. അപ്പോൾ Redmi Note 10 Pro Maxനകത്ത് അവർ വലിയ സ്പെസിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും തന്നിട്ടില്ല. അവർ മീഡിയം കാര്യങ്ങളാണ് തന്നത്. അതുകൊണ്ട് അവർക്ക് ഗ്ലാസ് ബാക്കും കാര്യങ്ങളൊക്കെ തരാൻ പറ്റി ഈ കോസ്റ്റിൽ തന്നെ. അപ്പോൾ അതും കൂടെ നിങ്ങൾ ഓർത്തേക്കുക. ഡിസൈനിന്റെ കാര്യത്തിൽ എനിക്ക് പോക്കോ X3 Pro ആണ് ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഓവറോൾ ബിൽഡ് ക്വാളിറ്റിയിൽ Redmi Note 10 Pro Max ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇത് തന്നെയുള്ളായിരുന്നു ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയെ പറ്റി. ഞാൻ കൂടുതൽ ടൈം വേസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇത് തന്നെയുള്ളായിരുന്നു ഇതിനകത്ത്. അപ്പോൾ നെക്സ്റ്റ് രണ്ട് സ്മാർട്ട് ഫോൺസിന്റെ ഡിസ്പ്ലേസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ Redmi Note 10 Pro Maxനകത്ത് റീസെന്റ് വന്ന ഒരു പ്രോബ്ലം ആണ്. ഇതിന്റെ ഡിസ്പ്ലേ ഫ്ലിക്കർ ആവുന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പലരും Redmi Note 10 Pro Max ഒക്കെ മേടിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഫ്ലിക്കറിംഗ് ഇഷ്യൂ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കുകയാണെങ്കിൽ 1-2 ദിവസത്തിന്റെ ഉള്ളിൽ നിങ്ങൾ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കുകയാണെങ്കിൽ ഞാൻ Redmi Note 10 Pro Max ഒന്നും സജസ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബഡ്ജറ്റ് ടൈറ്റ് ആണ്, നിങ്ങൾക്ക് വേഗം തന്നെ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുവാണെങ്കിൽ ഞാൻ പോക്കോ X3 Pro നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഫ്ലിക്കറിംഗ് ഇഷ്യൂ ഒക്കെ ഉണ്ട്. ഷോമിയിൽ നിന്ന് ഇതുവരെ മറുപടിയും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അവർ റിപ്പയർ ചെയ്യോ എന്തെങ്കിലും ചെയ്യുമോ എന്ന്. അപ്പോൾ എനിക്കറിയത്തില്ല എന്താണ് സംഭവിക്കുന്നത്, അവർ ഫിക്സ് ചെയ്യോ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ 1-2 ദിവസത്തിന്റെ ഉള്ളിൽ നിങ്ങളൊരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കുകയാണെങ്കിൽ ഞാൻ പോക്കോ X3 Pro സജസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക്. അതിലോട്ട് പോകുന്നതായിരിക്കും ഭേദം. ഇപ്പോൾ നിങ്ങൾ Redmi Note 10 Pro Max തന്നെ വേണ്ട ആളാണെങ്കിൽ നിങ്ങൾ കുറച്ച് ടൈമൊക്കെ വെയിറ്റ് ചെയ്യുക ഷോമിയിൽ നിന്ന് റെസ്പോൺസ് ഒക്കെ വരാൻ വേണ്ടി, എന്താ ഇതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ഓർത്തേക്കുക. പക്ഷേ മെയിൻ ഡിസ്പ്ലേസും കാര്യങ്ങളെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ 6.67 ഇഞ്ചിന്റെ നിങ്ങൾക്ക് IPS LCD സ്ക്രീനാണ് പോക്കോ X3 Proയിൽ കിട്ടുന്നത്. നല്ല ഡിസ്പ്ലേ ആണെന്ന് പറയുന്നുണ്ട്. 450 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് ഈ സ്ക്രീൻ വരുന്നത്. 450 നിറ്റ്സ് എനിക്കൊന്ന് കുറച്ച് കുറഞ്ഞു പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നിങ്ങൾ വെയിലത്ത് ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സ്ട്രഗിൾ ചെയ്യേണ്ടിയൊക്കെ വരുമായിരിക്കും. ആ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുമായിരിക്കും. അതേ സെയിം തന്നെയാണ് Redmi Note 10 Pro Maxനകത്തുള്ളത് 450 നിറ്റ്സ്. ഇപ്പോൾ വെയിലത്ത് നിങ്ങൾ രണ്ട് ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ട്രഗിൾ ചെയ്യേണ്ടിയൊക്കെ വരുമായിരിക്കും. പിന്നെ ബാക്കി കാര്യങ്ങളെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സ്ക്രീനാണ് രണ്ട് ഫോണിനകത്തും വരുന്നത്. അപ്പോൾ അതും ഒരു നല്ല കാര്യം തന്നെയാണ്. UIസിൽ നിങ്ങൾ ഇതുപോലെ സ്ക്രോൾ ചെയ്യോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ എല്ലാം സ്മൂത്ത് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. അപ്പോൾ Redmi Note 10 Pro Maxനകത്ത് നിങ്ങൾക്ക് 6.67 ഇഞ്ചിന്റെ നിങ്ങൾക്ക് AMOLED ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. പക്ഷേ പോക്കോ X3 Proയിൽ നിങ്ങൾക്ക് IPS LCD സ്ക്രീൻ ആണ് കിട്ടുന്നത്. രണ്ടും 120 ഹെർട്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 1080p ഡിസ്പ്ലേ തന്നെയാണ് രണ്ട് സ്മാർട്ട് ഫോണും നിങ്ങൾക്ക് വരുന്നത്. അതും കൂടെ നിങ്ങൾ നോക്കുക. പിന്നെ പോക്കോ X3 Proയിൽ നിങ്ങൾക്ക് ഗൊറില്ല ഗ്ലാസ് 6 സപ്പോർട്ട് കിട്ടുന്നുണ്ട് സ്ക്രീനിൽ. അപ്പോൾ അതൊരു നല്ല കാര്യം തന്നെയാണ്. ഇപ്പോൾ നിങ്ങളുടെ ഫോൺ താഴെ വീഴുകയാണെങ്കിൽ സ്ക്രീൻ ഒന്നും അധികമൊന്നും സംഭവിക്കത്തില്ല. ഇപ്പോൾ ഗൊറില്ല ഗ്ലാസ് 6ന്റെ സർട്ടിഫിക്കേഷൻ അവർ തന്നിട്ടുണ്ട്. അപ്പോൾ അതും ഒരു നല്ല കാര്യം തന്നെയാണ് ഇപ്രാവശ്യം പോക്കോ ചെയ്തത്.
അപ്പോൾ റെഡ്മി നോട്ട് 10 പ്രോ മാക്സിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് HDR10 സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ 395 ppi സ്ക്രീനും നിങ്ങൾക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഗോറില്ല ഗ്ലാസ് 5 സപ്പോർട്ടായിട്ടാണ് റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് വരുന്നത്. ഡിസ്പ്ലേസിന്റെ കാര്യത്തിൽ ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തേക്കുക. രണ്ട് സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ നിങ്ങൾക്ക് പറയാൻ പറ്റും ഏകദേശം സെയിം ആണ്. കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ആമോലെഡും IPS LCD സ്ക്രീനും തമ്മിൽ. പിന്നെ റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഫ്ലിക്കറിംഗ് ഇഷ്യൂ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഷോമിയിൽ നിന്ന് നോക്കാം എന്താ മറുപടി വരുന്നത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഫോൺ വാങ്ങുക. അപ്പോൾ നെക്സ്റ്റ് രണ്ട് സ്മാർട്ട് ഫോൺസിന്റെ പ്രോസസറും കാര്യങ്ങളെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇതിനാണ് മെയിൻ ചേഞ്ച് വന്നത്. ഇപ്പോൾ പോക്കോ X3 പ്രോയ്ക്കകത്ത് നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗൺ 860 ആണ് കിട്ടുന്നത്. ഇത് നല്ല പവർഫുൾ ചിപ്സെറ്റ് ആണെന്നാണ് പറയുന്നത്. ഇത് ബേസിക്കലി സ്നാപ്ഡ്രാഗൺ 855 ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ കുറച്ചുകൂടെ അപ്ഗ്രേഡ്സ് ഈ ചിപ്സെറ്റിനകത്ത് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ GPU ആണെങ്കിൽ Adreno 640 ആണ്. അപ്പോൾ നല്ല ഗെയിമിംഗ് പെർഫോമൻസ് തന്നെയാണ് ഈ സ്മാർട്ട് ഫോണിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇപ്പോൾ നിങ്ങൾ ഗെയിമിങ്ങിന് ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുവാണെങ്കിൽ ഞാൻ പോക്കോ X3 പ്രോ ആയിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് നല്ല ഗെയിമിംഗ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ കിട്ടും. റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് അത് നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗൺ 732G ആണ് കിട്ടുന്നത്. അത് ഡീസെന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഇതിനകത്ത് Adreno 618 GPU ആണ് കിട്ടുന്നത്. അതും ഡീസെന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും ഗെയിമിങ്ങിനെ. ഇപ്പോൾ ഗെയിമിംഗ് തന്നെയാണ് നിങ്ങളുടെ മെയിൻ പ്രയോറിറ്റി എങ്കിൽ ഞാൻ X3 പ്രോ ആണ് സജസ്റ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി മാത്രം നിങ്ങൾ പോവുക. അപ്പോൾ റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് അത് നിങ്ങൾ പോകരുത്. കാരണം വെച്ചാൽ അതൊരു മണ്ടത്തരമാണ്. ഇപ്പോൾ നിങ്ങൾ ഗെയിമിങ്ങിന് വാങ്ങുവാണ്. ഇപ്പോൾ നിങ്ങളുടെ മെയിൻ പ്രയോറിറ്റി ഫുൾ പ്രയോറിറ്റി നിങ്ങളുടെ ഗെയിമിംഗ് ആണെങ്കിൽ X3 പ്രോ ആയിരിക്കും ഞാൻ കുറച്ചുകൂടെ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ഓർത്തേക്കുക. രണ്ട് സ്മാർട്ട് ഫോണിന്റെ ഗെയിമിംഗ് പെർഫോമൻസ് നല്ലതാണ്. പക്ഷേ പോക്കോ X3 പ്രോയിലായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ് കിട്ടുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം 2018 പോക്കോ F1 ലോഞ്ച് ആയിരുന്നു. അപ്പോൾ അതിന്റെ ഒരു പിൻഗാമിയായിട്ട് നമുക്ക് പറയാൻ പറ്റും പോക്കോ X3 പ്രോ ആണെന്ന്. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ഓർത്തേക്കുക. അപ്പോൾ പെർഫോമൻസിന്റെ കാര്യത്തിൽ ഇതൊക്കെ തന്നെ ഉള്ളായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഗെയിമിംഗിന് ആണെങ്കിൽ ഞാൻ പിന്നെയും പറയാണ് പോക്കോ X3 പ്രോ ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ നെക്സ്റ്റ് രണ്ട് സ്മാർട്ട് ഫോൺസിന്റെ ക്യാമറാസും കാര്യങ്ങളെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് പോക്കോ X3 പ്രോയെ പറ്റി സംസാരിക്കാം. അപ്പോൾ പോക്കോ X3 പ്രോയിൽ നിങ്ങൾക്ക് 48 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയാണ് കിട്ടുന്നത്. പിന്നെ 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറ, 2 മെഗാ പിക്സലിന്റെ മാക്രോ ക്യാമറ, പിന്നെ 2 മെഗാ പിക്സലിന്റെ ഡെപ്ത് ക്യാമറ ഈ സ്മാർട്ട് ഫോണിനകത്ത് വരുന്നുണ്ട്. നല്ല ക്യാമറാസ് തന്നെയാണെന്നാണ് ഈ സ്മാർട്ട് ഫോണിനകത്തും പറയുന്നത്. ഇപ്പോൾ റെഡ്മി നോട്ട് 10 പ്രോ മാക്സിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 108 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ കിട്ടുന്നുണ്ട്. 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറ, 5 മെഗാ പിക്സലിന്റെ മാക്രോ ക്യാമറ, 2 മെഗാ പിക്സലിന്റെ ഡെപ്ത് ക്യാമറ ആണെന്നാണ് റെഡ്മി നോട്ട് 10 പ്രോ മാക്സിനകത്ത് പറയുന്നത്. പിന്നെ ഫ്രണ്ട് ക്യാമറയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 20 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ക്യാമറയാണ് പോക്കോ X3 പ്രോയിൽ കിട്ടുന്നത്. പക്ഷേ റെഡ്മി നോട്ട് 10 പ്രോ മാക്സിനകത്ത് നിങ്ങൾക്ക് 16 മെഗാ പിക്സലാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ മെയിൻ പോയിന്റ് എടുത്തോ. ഇപ്പോൾ നിങ്ങൾക്ക് ക്യാമറയ്ക്ക് ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുവാണെങ്കിൽ ഞാൻ പറയുന്നത് റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ. അതിനുവേണ്ടി മാത്രം നിങ്ങൾ പോവുക. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ നോട്ട് 10 പ്രോ മാക്സിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് കൂടുതൽ മെഗാ പിക്സൽ കിട്ടുന്നുണ്ട്. 108 മെഗാ പിക്സല്. ഇപ്പോൾ നിങ്ങൾ ഫോട്ടോസ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടുന്നുണ്ട് ഈ സ്മാർട്ട് ഫോണകത്ത്. പിന്നെ മെഗാ പിക്സൽ അല്ലാതെ ഇതിന്റെ സെൻസറിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ സാംസങ്ങിന്റെ HM2 സെൻസർ ആണ്. നല്ല സെൻസർ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നല്ല ഫോട്ടോസും കാര്യങ്ങളും നിങ്ങൾക്ക് റെഡ്മി നോട്ട് 10 പ്രോ മാക്സിനകത്ത് കിട്ടും. 4K 30 FPS രണ്ട് സ്മാർട്ട് ഫോണും സപ്പോർട്ട് ചെയ്തുകൊണ്ട് നല്ല വീഡിയോ റെക്കോർഡിംഗ് നിങ്ങൾക്ക് ഈ രണ്ട് സ്മാർട്ട് ഫോണകത്തും കിട്ടുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ക്യാമറ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം സെയിം ആണ് കിട്ടുന്നത്. പക്ഷേ കൂടുതൽ മെഗാ പിക്സൽ പോക്കോ X3 പ്രോയിലുണ്ട്. പക്ഷേ മെഗാ പിക്സലിൽ കൂടുതൽ പോകാതെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആക്ച്വൽ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ റെഡ്മി നോട്ട് 10 പ്രോ മാക്സിലായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ നിങ്ങളൊരു ക്യാമറയ്ക്ക് ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുവാണെങ്കിൽ ഞാൻ പറയുന്നത് റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ. കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് കൂടുതൽ കളേഴ്സും കാര്യങ്ങളും നല്ലതാണ്. കൂടുതൽ മെഗാ പിക്സലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ചുകൂടെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നൈറ്റ് മോഡ് ആയിക്കോട്ടെ, അതൊക്കെ നല്ല ക്ലിയർ ഫോട്ടോസ് റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഞാൻ പിന്നെയും പറയാണ്, ഇപ്പോൾ നിങ്ങൾ ക്യാമറയ്ക്ക് ആണെങ്കിൽ റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് നല്ല ഓപ്ഷൻ ആയിരിക്കും. ഗെയിമിങ്ങിനാണെങ്കിൽ പോക്കോ X3 പ്രോ നല്ല ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ ഇത് തന്നെയുള്ളായിരുന്നു ഇതിനകത്ത്. അപ്പോൾ നെക്സ്റ്റ് രണ്ട് സ്മാർട്ട് ഫോൺസിന്റെ ബാറ്ററി ബാക്കപ്പിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 5160 mAh ബാറ്ററി ബാക്കപ്പ് നിങ്ങൾക്ക് പോക്കോ X3 പ്രോയിൽ കിട്ടുന്നുണ്ട്. റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് അത് നിങ്ങൾക്ക് 5020 mAh ബാറ്ററി ബാക്കപ്പ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. രണ്ട് സ്മാർട്ട് ഫോണിന്റെ ബോക്സിനകത്ത് 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ല കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് വേഗം തന്നെ ഫോൺ ചാർജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബാറ്ററി ബാക്കപ്പിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് ഏകദേശം സെയിം തന്നെയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. പക്ഷേ റെഡ്മി നോട്ട് 10 പ്രോ മാക്സിനകത്ത് നിങ്ങൾക്ക് ആമോലെഡ് ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടെ ജ്യൂസ് എടുക്കുമായിരിക്കും, അല്ലെങ്കിൽ ചാർജ് എടുക്കുമായിരിക്കും ഒരു സ്മാർട്ട് ഫോണിന്റെ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ബ്ലാക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എനിക്ക് വന്ന് ബാറ്ററി സേവും കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ ഞാൻ പറയുന്നത് പോക്കോ X3 പ്രോ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ. ഇപ്പോൾ നിങ്ങൾ ബാറ്ററിക്ക് ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുവാണെങ്കിൽ അതായിരിക്കും ലോങ് ലാസ്റ്റിംഗ് കാര്യങ്ങൾ. ഇതിന്റെ പ്രോസസർ ആണെങ്കിൽ പവർ എഫിഷ്യന്റ് ആണ്. ഇതിന്റെ പ്രോസസർ ആണെങ്കിൽ 7nm ബേസ്ഡ് ആണ്, മറ്റേത് 8nm ബേസ്ഡ് ആണ്. കൂടുതൽ പവർ എഫിഷ്യന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. കൂടുതൽ ബാറ്ററിയും കാര്യങ്ങളൊന്നും പോക്കോ X3 പ്രോ എടുക്കത്തില്ല. പിന്നെ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ ഉണ്ട് ഈ രണ്ട് സ്മാർട്ട് ഫോണകത്തും. ഞാൻ പറയുന്നത് ബാറ്ററി ബാക്കപ്പ് രണ്ട് സ്മാർട്ട് ഫോണും സെയിം ആണ്. പക്ഷെ പോക്കോ X3 പ്രോയിലായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ബാറ്ററി ബാക്കപ്പ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതേ ഉള്ളൂ ഇതിനകത്തും.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു 2 സ്മാർട്ട് ഫോണിനകത്തും വയർലെസ് ചാർജിങ്ങിന്റെ ഓപ്ഷൻ ഒന്നുമില്ല ഈ പ്രൈസ് റേഞ്ചിനകത്ത്. പിന്നെ 2 സ്മാർട്ട് ഫോണിന്റെ ബോക്സിൽ ചാർജറും കിട്ടുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ് 2021 തന്നെ. പിന്നെ 2 സ്മാർട്ട് ഫോണിനകത്ത് നിങ്ങൾക്ക് സ്റ്റീരിയോ സ്പീക്കർ ഉണ്ട്, ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. അപ്പോൾ അതൊരു നല്ല കാര്യം തന്നെയാണ്. 2 സ്മാർട്ട് ഫോണിനകത്ത് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ വേറൊരു ഡൗൺ സൈഡിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ 2 സ്മാർട്ട് ഫോണിനകത്തും ഒരേ ഡൗൺ സൈഡ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് MIUI Redmi Note 10 Pro Max അകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിന്റെ UIസും കാര്യങ്ങളും 2 സ്മാർട്ട് ഫോണിന്റെ ഒന്നും നല്ലതല്ല. ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആഡ്സും കാര്യങ്ങളൊക്കെ കിട്ടുമായിരിക്കും Redmi Note 10 Pro Max അകത്ത്. പിന്നെ പോക്കോയുടെ UI നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിന്റെ പോരാന്നാണ്. ഇപ്പൊ നിങ്ങൾ സോഫ്റ്റ്വെയർ പ്രതീക്ഷിച്ച ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുകയാണെങ്കിൽ 2 സ്മാർട്ട് ഫോൺ വാങ്ങാതെ മോശമായി നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് കസ്റ്റം റോമും കാര്യങ്ങളും ഒക്കെ ഇടാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി പോക്കോ X3 Pro ഒക്കെ വാങ്ങാൻ പറ്റും. അതിനകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഒക്കെ ഇടാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ സാധാരണ ഒരു ഫോൺ വാങ്ങുവാണെങ്കിൽ അതിനകത്ത് അപ്ഡേറ്റ് പ്രതീക്ഷിച്ച ഒരു സ്മാർട്ട് ഫോൺ വേണ്ടി നിങ്ങൾ പോവുകയാണെങ്കിൽ ഞാൻ 2 സ്മാർട്ട് ഫോൺ സജസ്റ്റ് ചെയ്യുന്നില്ല. ഈ 2 സ്മാർട്ട് ഫോണിന്റെ ഡൗൺ ഗ്രേഡ് സോഫ്റ്റ്വെയർ ആണ്. ഞാൻ തുറന്ന് പറയുകയാണ്, ഈ സ്മാർട്ട് ഫോൺസ് നിങ്ങൾക്ക് നല്ല സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ തരുമായിരിക്കും. പക്ഷേ സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിൽ 2 സ്മാർട്ട് ഫോൺ മോശമാണ്. ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതേ ഉള്ളായിരുന്നു ഈ 2 സ്മാർട്ട് ഫോണിന്റെ ഡൗൺ സൈഡ്. ബാക്കി ഈ സ്മാർട്ട് ഫോൺ അതെല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഇത് തന്നെയുള്ളായിരുന്നു ഈ വീഡിയോ കഥ. ഞാൻ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. പോക്കോ X3 Pro വേഴ്സസ് Redmi Note 10 Pro Max പറ്റി ഞാൻ വേഗമായിട്ടാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. ഒന്നും ഡീപ്പായിട്ടൊന്നും പോയിട്ടില്ല. ഞാൻ മെയിൻ പോയിന്റ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ പറയാണ്, ഇപ്പൊ നിങ്ങളൊരു ക്യാമറയ്ക്ക് ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കുകയാണെങ്കിൽ Redmi Note 10 Pro Max ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ. പിന്നെ അതിനകത്ത് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഗെയിമിങ്ങിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ പോക്കോ X3 Pro ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ. അതേ പ്രോസസറും കാര്യങ്ങളൊക്കെ നല്ലതാണ്. ബാറ്ററി ബാക്കപ്പും ആ സ്മാർട്ട് ഫോണകത്തായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യണം ഏത് സ്മാർട്ട് ഫോണാണ് നിങ്ങൾക്ക് പോകേണ്ടത്. ഒരു സ്മാർട്ട് ഫോണും പെർഫെക്റ്റ് അല്ല ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഇത് തന്നെയുള്ള ഇതിനകത്ത് ഇത് ക്വിക്ക് കമ്പാരിസൺ ആയിരുന്നു. ഞാൻ കൂടുതൽ ഡീപ്പൊന്നുമായിട്ടൊന്നും പറഞ്ഞില്ല. ഞാൻ മെയിൻ പോയിന്റ്സേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.